ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കും ഭാര്യയ്ക്കും 1 കോടിയോളം രൂപ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കാസർഗോഡ് കുമ്പള അരിക്കാട് സ്വദേശി അബ്ദുൾ റംഷീദിനെയാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ പരാതിക്കാരനെ ബന്ധപ്പെട്ട് പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും ഉപയോഗിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് പരാതിക്കാരിൽ നിന്നും 1 കോടി രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യുകയായിരുന്നു. ഈ തട്ടിപ്പ് ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് റംഷീദ്. ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയതിനാൽ അറസ്റ്റ് ചെയ്യുകയും ആ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് റംഷീദിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. തൃശൂർ താളിക്കുളത്ത് വീട്ടുമുറ്റത്ത് പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. താളിക്കുളം നമ്പിക്കടവ് സ്വദേശി ഭഗീഷ്, തമ്പാങ്കടവ് സ്വദേശി ശ്രീജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നമ്പിക്കടവ് ബീച്ച് സ്വദേശിയായ യുവതിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ ഗുണ്ടുകളും പടക്കങ്ങളും പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച യുവതിയെയും ഭർത്താവിനെയും പ്രതികൾ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ അന്തിക്കാട് ഭിന്നശേഷിക്കാരായ ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർച്ച ചെയ്ത പ്രതി റിമാൻഡിൽ. ചൊവ്വല്ലൂർ സ്വദേശി കബീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് സ്വദേശികളായ നടരാജൻ, പ്രിയ എന്നിവരിൽ നിന്നാണ് ഇയാൾ ടിക്കറ്റുകൾ കവർച്ച ചെയ്തത്. സ്കൂട്ടറിലെത്തിയ പ്രതി ലോട്ടറികൾ വാങ്ങിയ ശേഷം പണം നൽകാതെ കടന്നുകളയുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി അറസ്റ്റിൽ. അതിഥി തൊഴിലാളിയായ പ്രസൽ പ്രധാനാണ് അറസ്റ്റിലായത്. രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ, മാങ്കാവ് ഭാഗങ്ങളിൽ കഞ്ചാവ് മൊത്തവിൽപ്പന നടത്തി വന്നിരുന്നത് ഇയാളാണെന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്ത് അലിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫറോക്ക് SP പ്രജിത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ഫറോക്ക് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഭുവനേശ്വരിൽ നിന്നും മൊത്തമായി വാങ്ങിയ കഞ്ചാവ് കോഴിക്കോട് കൊമ്മേരി ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ച് ചില്ലറ വിൽപ്പന നടത്തി വരികയായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായ പ്രതി ഇടയ്ക്ക് നാട്ടിൽ പോയി വരുമ്പോഴാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. അത്തരത്തിൽ സ്ലീപ്പർ ബസ്സിൽ കഞ്ചാവുമായി തിരികെ വരുന്നതിനിടെ ബാഗ് സഹിതം പോലീസ് പിടികൂടുകയായിരുന്നു.